മൊറോക്കൻ ഗേൾസ് ട്രിപ്പ് അനൗൺസ് ചെയ്തപ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ എന്റെ ലൈഫിൽ ഞാൻ ബെസ്റ്റ് മെമ്മറീസ് ആണ് ക്രിയേറ്റ് ചെയ്യാൻ പോണതെന്ന്. ഇറ്റലി, ഫ്രാൻസ്, USA, അയർലാൻഡ് എന്നിങ്ങനെ തുടങ്ങുന്ന ലോകത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള ആൾക്കാർ കൂടിയിട്ട് 3 ദിവസത്തെ ഒരു ട്രിപ്പിന് പോവാണ് കേട്ടോ. ഇനി അങ്ങോട്ടുള്ള 3 ദിവസങ്ങളിൽ ഉണ്ണുന്നതും ഉറങ്ങുന്നതും ആക്ടിവിറ്റീസ് ചെയ്യുന്നതും ചിരിക്കുന്നതും ഫോട്ടോ എടുക്കുന്നതും എല്ലാം നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ചായിരുന്നു കേട്ടോ. ലൈഫിൽ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുക എന്നുള്ളത് കൊണ്ട് ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിലും ഒരു ട്രാവലർ എന്നുള്ള രീതിയിലും എല്ലാ രീതിയിലും നോക്കിയാലും നമ്മളെ അപ്ലിഫ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഇത്തരം യാത്രകൾ പോകുമ്പോൾ നമ്മുടെ നോളജ് ഇൻക്രീസ് ചെയ്യുന്നു മാത്രമല്ല, ഷെയറിംഗ്, കെയറിംഗ്, അണ്ടർസ്റ്റാൻഡിങ്, അഡ്ജസ്റ്റിംഗ്, അക്സെപ്റ്റിംഗ്, ഫ്ലെക്സിബിലിറ്റി, അങ്ങനെ കുറെ നമ്മുടെ പേഴ്സണാലിറ്റിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളും ഇങ്ങനത്തെ യാത്രകളിൽ നിന്ന് നമുക്ക് നേടിയെടുക്കാം കേട്ടോ. സാഹിത്യമൊക്കെ അവിടെ നിൽക്കട്ടെ, നമ്മളിപ്പോ വന്നിട്ടുള്ളത് മൊറോക്കോയിലെ വോസസെറ്റ് എന്ന് പ്രൊനൗൺസ് ചെയ്യുന്ന ഹോളിവുഡ് ഓഫ് മൊറോക്കോ അല്ലെങ്കിൽ ഡോർ ഓഫ് ദി ഡെസേർട്ട് എന്നറിയപ്പെടുന്ന ഒരു സ്ഥലത്താണ് വന്നിട്ടുള്ളത്. ഗ്ലാഡിയേറ്റർ, ലോറൻസ് ഓഫ് അറേബ്യ, ഗെയിം ഓഫ് ത്രോൺസ് എന്നിങ്ങനെയുള്ള സീരീസിലും അതുപോലെ തന്നെ കുറെ മൂവീസിലും ലൊക്കേഷൻ ആയിട്ടുള്ള വോസസെറ്റിലാണ് കേട്ടോ. നമ്മളെ ഗൈഡ് അവരുടെ ട്രഡീഷണൽ വസ്ത്രത്തിലാണ് നിന്നിട്ടുണ്ട്. ആൾക്കൊരു പ്രത്യേകത കൂടെ ഉണ്ട്. വളരെ കുറച്ച് ആളുകൾ മാത്രം താമസിക്കുന്ന വോസസെറ്റിലെ ഒരു മെമ്പർ ആയിട്ടുള്ള ഇവർ ഗ്ലാഡിയേറ്റർ ഫിലിമിലും വേറെ കുറെ ഫിലിംസിലും ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഇവരുടെ ട്രഡീഷണൽ ലാംഗ്വേജ് ആയ ബിർബിർ ലാംഗ്വേജ് ആണ് നമുക്ക് കാണിച്ചു തരുന്നത്. പിന്നെ ഒരു മാജിക് ആണ് നമ്മളെ കാണിച്ചത്. ഗ്രീൻ ടീ, റോസ് പെറ്റൽസ്, പോമഗ്രനേറ്റ്സ് ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന കളർ വെച്ചിട്ട് ഇവര് ചിത്രം വരച്ച ചിത്രം കണ്ടാൽ ചിരി വരെങ്കിലും പിന്നെയാണ് അതിന്റെ മാജിക്. ഈ വരച്ച ചിത്രം തീക്ക് മുകളിൽ കാണിക്കുമ്പോഴാണ് ആ മാജിക് കാണുന്നത്. രൂപങ്ങളും കെട്ടിടങ്ങളും ഒക്കെ കാണിക്കുന്ന അടിപൊളി പിക്ചേഴ്സ്. ഇതുപോലത്തെ പിക്ചേഴ്സിൽ കൂടെയാണ് പണ്ടത്തെ കാലത്ത് സീക്രട്ട് ആയിട്ടുള്ള മെസ്സേജസ് വില്ലേജിലെ വലിയ വലിയ ആളുകൾ കൈമാറിയിട്ടുണ്ടായിരുന്നത്. വൈഫൈയും AI-യും ഒക്കെ ഉള്ള ഈ കാലത്തും ഈ കെട്ടിടത്തിന്റെ ഉള്ളിലൊക്കെ ആളുകൾ താമസിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അത്ഭുതമല്ലേ. ഉള്ള സൗകര്യത്തിൽ, ഉള്ള റിസോഴ്സ് വെച്ച്, ഉള്ള കഴിവ് വെച്ച് ഇവർ ജീവിക്കുന്നത് കാണുമ്പോൾ എന്തിനാ പടച്ചോനെ എനിക്ക് ഇങ്ങനെ ഒരു ലൈഫ് എന്ന് ചിന്തിക്കുന്ന പലർക്കും ഒരു തിരിച്ചറിവാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഇന്ന് താമസിക്കാൻ പോകുന്ന ഹോട്ടലിലെത്തി ഉറക്കമില്ലാത്ത അനദർ നൈറ്റ് സ്റ്റേ ചെയ്യാൻ.